എന്ന് വെച്ചപ്പോ നാട്ടുകാരുടെ കൂടി ഇംഗ്ലീഷിൽ വിളിച്ചു, കേട്ടോ കേട്ടോ നമ്മളെ നാട്ടുകാർ നിന്ന് ഇതുവരെ പറ്റിയില്ല. പിന്നെ എന്താ അതിന്റെ പേര് വിളിച്ചു പറഞ്ഞ എന്റെ പേര് അപ്പൊ ഇവരോ ഞാൻ അയാളാണല്ലേ പേര് പറയാൻ പറ്റില്ല എന്നൊരു കാര്യമാണ്. ഞങ്ങൾ നാട്ടുകാരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവള് ഭർത്താവിനെ കൊണ്ട് പോയിക്കോളൂ, നീ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അടിച്ചിന്റെ പയ്യം വെച്ചു പറഞ്ഞു ഞാൻ കണ്ടു. അയ്യൂബ് നബി ഞാൻ എടുത്തിട്ട് സ്ഥലപ്പെട്ടു നാട്ടുകാർ സംബന്ധിച്ചപ്പോ റഹ്മത്തിന്റെ പേര് തിരിച്ചു പോകാണ്. അപ്പൊ ഇബ്ലീസ് അവസാനത്തെ നടന്നു കൂടി ഗുണമുള്ള കേൾക്കുകയില്ലെന്നോ പിന്നെ പെണ്ണെ ഇത് ഭ്രാന്തല്ലയോ ഗുണമുള്ള കേൾക്കുകയില്ലെന്നോ ജീവിതമരുന്നില്ല അറിയണം നിന്ദ്രിയതോഴൻ സസ്യനവിയല്ല കേൾക്കുന്നീ ഓർക്കുന്നീ വാക്കിപ്പൊരുളെ കേൾക്കുന്നീ ഓർക്കുന്നീ വാക്കിപ്പൊരുളെ പെണ്ണെ പെണ്ണെ ഇത് ഭ്രാന്തല്ലയോ ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ നൽകേണം അവനതയാവതം പുൽകേണം അവൻ കബരീവിധം നൽകേണം അവനതയാവതം പുൽകേണം അവൻ കബരീവിധം ഇത് കേട്ട നേരത്തിൽ ക്രോധത്താൽ ചൊല്ലി ഹിദിമത്ത് ചെയ്യും നബിയെ ഞാനൻ മൗത്തോളം ഈ നാട്ടിൽ നിൽക്കില്ല നിങ്ങൾക്കത് പോരെ ഈ നാട്ടിൽ നിൽക്കില്ല നിങ്ങൾക്കത് പോരെ പെണ്ണെ പെണ്ണെ ഇത് ഭ്രാന്തല്ലയോ ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലല്ലോ പെണ്ണെ പെണ്ണെ ഇത് ഭ്രാന്തല്ലയോ ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലല്ലോ അവസാനമായിട്ടൊന്നും കൂടെ പറഞ്ഞു വെള്ളേ ഭ്രാന്താട്ടോ അയ്യപ്പനെ കൂടെ നീ അടങ്ങാറാകുന്നതിന് മുമ്പ് അവനെ വിട്ടാട്ട് നീ സ്വന്തം കാര്യം നോക്കിക്കോ. പ്ലീസല്ല ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കാതെ റഹ്മത്ത് നബി അകത്തേക്ക് തിരിച്ചു. നാട്ടുകാരെല്ലാം പിരിഞ്ഞു പോയി. റഹ്മത്ത് നബി അടുത്ത് വന്നിരുന്നു. വീണ്ടും പഴയ പണി തുടങ്ങി. അയ്യപ്പ നബി ചോദിച്ചു, റഹ്മത്തെ എന്തിനാ നാട്ടുകാർ വന്നേ? റഹ്മത്ത് നബി പറഞ്ഞത് നിങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വന്നതാ. എന്നിട്ടോ അവര് പോയി. എന്നിട്ടും റഹ്മത്ത് നബി പറഞ്ഞില്ല, നാട് വിടാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൊല്ലാൻ അവർ ചോദിച്ചിട്ടുണ്ടെന്ന് ഒരു വിഷമവും ഭർത്താവിനെ അറിയിക്കാത്ത ഭാര്യ ഒന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോ വെറുതെ ചോദിച്ചു നബിയെ, നമുക്ക് ഈ നാട് വിട്ട് പോയാലോ, എവിടെ നമ്മൾ സ്ഥലപ്പെട്ടാലോ? നബി പറഞ്ഞു, നീ എന്താ റഹ്മത്തെ പറയണത്? ഇത് നമ്മുടെ നാടല്ലേ? അല്ല നബി, നമുക്ക് പോയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്ന റഹ്മത്തെ? നമ്മുടെ നാടല്ലേ ഇത്? അല്ല നബി, നമ്മളെന്തിനാ ഈ നാട്ടുകാർക്ക് ഇടങ്ങാറുണ്ടാക്കുന്നത്? നബി പറഞ്ഞു, എന്താ ഇടങ്ങാറ് നമ്മളുണ്ടാക്കുന്നത്? നമ്മൾ പൊരേണ്ടത്തല്ലേ കിടക്കണത്? നമ്മളെ വീട്ടിനകത്തല്ലേ നമ്മൾ കിടക്കണത്? നമ്മൾ അവർക്ക് ആർക്കും ഇടങ്ങാറാക്കുന്നതല്ലോ. അല്ല നബിയെ, നമുക്ക് പോകാം. ഇങ്ങനെ രോഗം ബാധിച്ച് എന്താ കിടക്കാന്ന് പറഞ്ഞാല് അത് വിഷമാ നബി, നമുക്ക് പോകാം. അപ്പൊ നബി ചോദിച്ചു, റഹ്മത്തെ പോയിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്നവര് പറഞ്ഞല്ലേ? ഞാനൊക്കെ കേട്ടിട്ടുണ്ട് റഹ്മത്തെ, ഞാനെല്ലാം കേട്ടിട്ടുണ്ട്. റഹ്മത്ത് നബി പുറംതിരിഞ്ഞിരുന്നിട്ട് നബി കാണാതെ കണ്ണുനീർ തുടച്ചു. എന്നിട്ട് നബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നബിയെ അതൊക്കെ സാരമില്ല, നാട്ടുകാരെ വെറുത്താലും ആരെ വെറുത്താലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്റെ ജീവിതത്തിന്റെ ഒടുക്കം വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ, പിന്നെ നമുക്ക് എന്തിനാ വിഷമം? നബി പറഞ്ഞു, നിന്നെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് പെണ്ണെ, പക്ഷെ ഒരു സത്യം നീ അറിയണം, ഈ കിടന്ന കിടപ്പ് നേതാക്കാൻ പോലും നിന്റെ ഭർത്താവായ അയ്യൂബ് നബിക്കാവില്ല. എഴുന്നേൽക്കണമെങ്കിൽ പോലും നീ എന്നെ പിടിച്ച് എഴുന്നേൽക്കണം. ആ ഒരു അവസ്ഥയിൽ നമ്മളെങ്ങനെ നാട് വിടുക? ആ ഒരു ഘട്ടത്തിന് നമ്മളെങ്ങനെ മുന്നോട്ട് പോവുക? ഇവിടെ എങ്ങനെ പുറത്തിറക്കുക? നബിയെ, അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെ, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടോകാം. എന്റെ മുതുകിൽ ഞാൻ നിങ്ങളെ ചുമന്ന് കൊണ്ടുപോകാം. എന്റെ റഹ്മത്തെ, നിനക്ക് ഞാൻ ഒരു ഭാരമാകൂലേ? നിന്റെ മുതുക തന്നെ എടുത്ത് കൊണ്ടുപോകുമ്പോ ഞാൻ നിനക്ക് ചുമടാകൂലേ?
എന്റെ വെയിറ്റ് നിനക്ക് താങ്ങാനാവോ? എന്റെ കനം താങ്ങാതെ നീ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിഷമം കൊണ്ട് മനസ്സുകൊണ്ട് ഹാ എന്ന് ഉച്ചരിച്ചു പോയാൽ ആ വിഷമത്തിന് ഞാൻ അവരോട് മറുപടി പറയേണ്ടി വരൂലേ റഹ്മത്തെ? തന്റെ ഭർത്താവ് തന്നോടത് പറഞ്ഞപ്പോ നബിയോട് പറഞ്ഞില്ല, ഈ റഹ്മത്ത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കൂല. എന്റെ അവസാന സമയം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ. നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. നബി പറഞ്ഞു, എന്റെ ഉദ്ദേശം അതാണെങ്കിൽ നീ എന്നെടുത്തോ. പക്ഷേ എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് വെറുപ്പ് തോന്നിയാൽ ഞാനതിൽ ഉത്തരവാദിയായില്ല, ആകൂല. ഇല്ല നബിയെ, ഒരിക്കലും നിങ്ങൾ ഞാൻ വെറുക്കൂല. ആര് വെറുത്താലും റഹ്മത്ത് വെറുക്കൂല. ഞാൻ കൊണ്ടോട്ടെ. നബി പറഞ്ഞു, കൊണ്ടുപോയിക്കോ, നിന്റെ ഇഷ്ടപതാണെങ്കിൽ കൊണ്ടുപോയിക്കോ. അന്നത്തെ രാത്രി നാട്ടുകാര് നാട് വിടാൻ വേണ്ടി പ്രഖ്യാപിച്ച ആദ്യത്തെ രാത്രി രണ്ടാക്കും നോമ്പാ. കുറച്ച് പച്ചവെള്ളം പോലും നബിക്ക് കുടിക്കാൻ കൊടുത്തു. വായിലൊഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നോമ്പ് തുറക്ക്. ആ വെള്ളത്തിന്റെ ബാക്കി കുടിച്ച് നോമ്പ് തുറന്നൊരു പാപം പെണ്ണ്. ഒരേപോലെ നാട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം അവഗണിക്കപ്പെട്ടു രോഗം ബാധിച്ച് വീട്ടിന്റെ അകത്ത് കിടന്ന് ആരാലും വെറുക്കപ്പെട്ടവനായി ഡമസ്കസുകാരും മാറ്റി നിർത്തിയ അയ്യൂബ് നബി എന്ന ഭർത്താവിനെ ചരിത്രത്തിൽ അംഗീകരിക്കുന്ന ഒരേ ഒരു ഭാര്യ മാത്രമാണ്. റഹ്മത്ത് ബീബി എന്ന പെണ്ണ് ചുമന്നിട്ട് പാലായനം തുടങ്ങി. രാത്രി മുഴുവൻ നടന്നു. ഈജിപ്തുകാരിയായ പെണ്ണ് റഹ്മത്തിന് ഡമസ്കസ് എവിടെയാണ് അവസാനിക്കുന്നത് എന്ന് മനസ്സിലായി. ആ നാടിന്റെ അതിർത്തി തീർന്നത് തിരിയാൻ കഴിയാതെ സ്വന്തം ഭർത്താവിനെ രാത്രി മുഴുവൻ ചുമലിലേറ്റ് നടന്ന റഹ്മത്ത് രാവിലെയും അതേ യാത്ര തുടങ്ങി. പിറ്റേന്ന് പ്രഭാതമായാൽ നോമ്പാണ് രണ്ടുപേർക്കും. തലേന്ന് കുടിച്ച കുറച്ച് പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ വീണ്ടും യാത്ര. പിറ്റേന്ന് മഗ്‌രിബിന്റെ സമയമാകുമ്പോഴേക്കും തളർന്ന് അയ്യൂബ് നബി എന്ന തന്റെ ഭർത്താവിന്റെ മുതുകിലേറ്റ് ദാഹവും വിശപ്പും ക്ഷീണവും കൊണ്ട് ഒരടി പോലും മുന്നോട്ട് നടക്കാൻ കഴിയാതെ ഒരു കിണറിനടുക്കൽ കൊണ്ടുപോയി നബിയിരുത്തി. തളർന്നിട്ട് നബിയുടെ അടുക്കൽ ഇരുന്നു. ക്ഷണിച്ചവശയായ റഹ്മത്ത് വിയർപ്പിൽ കുളിഞ്ഞൊരു പാപം പെണ്ണ്, ഒരു രാജകുമാരിയായ റഹ്മത്ത് ബിബി തന്റെ ഭർത്താവിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ കിണറിനെ ചുമരിച്ചോട് ചാർജെടുത്തു. ഏറെ നേരം സ്വയം സന്ധ്യയായപ്പോ വെള്ള നബിയെ ചുമരിച്ചോട് നിർത്തി ഇരുത്തിയിട്ട് ആ കിണറിൽ നിന്നൊരു പച്ചവെള്ളം കോരിയെടുത്തു. ആ വെള്ളം കൊണ്ട് തന്റെ ഭർത്താവിന് നോമ്പ് തുറക്കാൻ കൊടുത്തു. അല്പം വെള്ളമെടുത്ത് മുഖം വന്ന് കഴുകി കൊടുത്തു. ബാക്കി വെള്ളവും കുടിച്ച് നോമ്പ് തുറന്ന റഹ്മത്ത് ബിബി വീണ്ടും ആ കിണറിന്റെ കരയിൽ നിന്ന് തന്റെ ഭർത്താവിനെ മുതുകിലേറ്റി. എന്നിട്ട് കുറച്ചുകൂടി നടന്നു. പക്ഷെ ഒരടി നടക്കാൻ പോലും റഹ്മത്തിന് കഴിയുന്നില്ല. വേച്ച് നടക്കാണ്. തന്റെ ഭർത്താവിനെയും കൊണ്ട് ഏതെങ്കിലും വഴിയോടുത്ത് വീട് പോകുമെന്ന് ഭയന്നു പോയി റഹ്മത്ത് ബിബി മെല്ലെ ഒരു കടത്തിണ്ടയിലോട്ട് കയറി, ഒരു പീടികയിലോട്ട് കയറി. ആ കടത്തിണ്ടയില് മെല്ലെ അവിടെ കടത്തി ഒരു വിരിപ്പ് അവിടെ വിരിച്ചിട്ട് നബി അവിടെ കടത്തിയിട്ട് ആ വിരിപ്പുകൊണ്ട് ഇങ്ങനെ പൊതച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ അടുത്ത് ഇരുന്നു. അപ്പൊ ആ കടത്തിണ്ടയില് ഒരുപാട് തെണ്ടികൾ കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് യാചകന്മാർ. ആ ടീം ഇങ്ങനെ കിടക്കുകയാണ്. അയ്യൂബ് നബി കിടത്തിയപ്പോ തന്നെ ഈ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ദുർഗന്ധമുണ്ട് നബിയുടെ. അതെന്തിനാണ് ദുർഗന്ധം എന്ന് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ പറയും. ഈ ഒരു ദുർഗന്ധം വരിക. ആ ദുർഗന്ധം വന്നപ്പോ ഒരു വല്ലാത്ത വാസന വന്നപ്പോ ഈ കൗമ ഓരോരുത്തരും എഴുന്നേൽക്കാൻ തുടങ്ങി. കിടന്നിടത്തുനിന്ന് ഓരോരുത്തർ ആരാണടാ വിഷമം കൊണ്ട് ചോദിക്കുക, നിങ്ങളെ ശരീരത്തിൽ നിന്ന് അനുഭവിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, രോഗം മാറണമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യങ്ങളോട് പറഞ്ഞതാ പ്രാർത്ഥിക്കാൻ. നിങ്ങൾ പറഞ്ഞു തന്നോൻ അള്ളാഹുവാണ്, അള്ളാഹു തന്നെ മാറ്റി തരട്ടെ. ശരിയാണ്. പക്ഷെ ഈ ദുർഗന്ധം ഉണ്ടല്ലോ, ശരീരത്തിൽ അനുഭവിക്കുന്ന ദുർഗന്ധം, ഈ ദുർഗന്ധം കൊണ്ടല്ലേ നബിയെ വീടിന്റെ നേർപ്പുറം കിടക്കാൻ പറ്റാത്തത്, നാട്ടുകാർ ആട്ടി ഇറക്കുന്നത്. അതുകൊണ്ട് ഈ വാസന മാറ്റി തരാൻ അങ്ങക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ? ഈ ദുർഗന്ധം ഒഴിവാക്കി തരാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചൂടെ? അയ്യൂബ് നബി റഹ്മത്തിന്റെ മുഖം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, റഹ്മത്തെ, ഇന്നലെ രാത്രി എന്നെ എടുക്കുന്ന ഘട്ടത്തിൽ നിന്നോട് ഞാൻ പറഞ്ഞതാ, ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ കുറിച്ച് നിനക്ക് വിഷമം ചോദിച്ചാൽ ഞാൻ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. നീ പറയുന്നു ഈ വാസന മാറാൻ, അങ്ങനെ കടത്തണ്ടിൽ കിടക്കാൻ. എന്റെ റഹ്മത്തെ, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ എന്റെ രോഗം അല്ലാഹു മാറ്റിയാൽ പിന്നെ കടത്തണേ കിടക്കണോ? നമുക്ക് നമ്മുടെ വീട്ടിൽ കിടത്തൂടെ? പക്ഷെ ഞാൻ റബ്ബിന് വേണ്ടി സഹിക്കാൻ തീരുമാനിച്ചു, ഞാൻ അല്ലാഹുവിന് വേണ്ടി സഹിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോ